ഇന്ന് നമ്മൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നോർത്തും സൗത്തും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും ആവശ്യമാണ്, നോർത്ത് ഇന്ത്യൻ മസാലകളും ആവശ്യമാണ്. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയെ വാട്ടും. ആ കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം കറിവേപ്പിലയും നന്നായിട്ട് വാടി മസാലകളൊക്കെ നന്നായി വറന്ന് വരുമ്പോൾ കുറച്ച് ക്യാപ്സിക്കവും അതേപോലെ ഉള്ളിയും കൂടി വലുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തു അതിലേക്ക് നമ്മുടെ നാടൻ ടച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മുടെ വറവറ പിന്നെ നമ്മുടെ നാടൻ മസാലയാണ് മല്ലി, മഞ്ഞൾ, അതേപോലെ ഗരം മസാല, ജീരകപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇതൊക്കെ ചേർത്തിട്ട് ആ പച്ച മസാലയുടെ മണം മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്യണം. അതിലേക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോട്ട് ചെയ്തിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ള ചെറിയ ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അതിട്ട് ഒന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സ്റ്റോക്ക് വാട്ടർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇവനൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മസാലയൊക്കെ ഏകദേശം ഒന്ന് പിടിച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യൻ്റെ ഗ്രേവി ആഡ് ചെയ്യുന്നു. എന്താണ് ഈ നോർത്ത് ഇന്ത്യൻ ഗ്രേവി എന്ന് ചോദിച്ചാൽ യെല്ലോ ഗ്രേവിയാണ്. ഉള്ളിയും കാഷ്യൂനട്ടൊക്കെ വേവിച്ചരച്ചിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഇത് കറിക്ക് നല്ല റിച്ച് ഫീല് തരും. ആ കൂട്ടത്തിലേക്ക് കുറച്ച് ക്രഷ് മുളകും അതേപോലെ മല്ലി ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ അതിലേക്ക് നമ്മുടെ സ്വന്തം തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നു. തേങ്ങാപ്പാൽ കുറച്ച് കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആ ഒരു എരിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല കേട്ടോ. ശരിക്കും പ്യുവർ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാൻ വിട്ടതിന് ശേഷം ചെറിയൊരു ബോളിലേക്ക് ഇവനെ മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീമും കുറച്ച് മല്ലി ഇലയൊക്കെ കൂടി വിതറിയാലുണ്ടല്ലോ സംഭവം ഗംഭീരമായിരിക്കും. അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ റൊട്ടി, വൈറ്റ് റൈസ്, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് സംഭവം എന്തായാലും ഗംഭീരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുക്കിംഗ് ടൈമിലെ വീഡിയോയിലേക്ക് താങ്ക് യു.